DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീടുകളിൽ 50 വയസ്സിന് മുകളിൽ പ്രായമുള്ള റേഷൻ കാർഡിൽ പേരുള്ളവർക്ക് ധനസഹായം ഉൾപ്പെടെ നിരവധി ആനുകൂല്യങ്ങളാണ് ലഭിക്കുന്നത്. ഇതിൻ്റെ വിശദ വിവരങ്ങളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. സംസ്ഥാനത്ത് ഏതാനും മാസങ്ങൾക്ക് മുൻപ് അധികാരത്തിൽ വന്ന പഞ്ചായത്ത് മുനിസിപ്പാലിറ്റികളിലെല്ലാം വിവിധ ക്ഷേമ പദ്ധതികൾ ഊർജിതമായി നടപ്പാക്കുകയാണ്. ഏപ്രിൽ മാസം മുതൽ ആരംഭിക്കുന്ന ഈ പുതിയ സാമ്പത്തിക വർഷത്തിലും ഗുണഭോക്താക്കളിലേക്ക് ഒട്ടേറെ സൗജന്യ ആനുകൂല്യങ്ങളും എത്തിച്ചേരുന്നതാണ്. ഇത്തരം ആനുകൂല്യങ്ങളെക്കുറിച്ച് അറിയുന്നതിനും അവ ലഭിക്കുന്നതിനുമായി പഞ്ചായത്തുകളിൽ ഓരോ വാർഡിലും ചേരുന്ന ഗ്രാമസഭകളിലും നഗരസഭകളിൽ ചേരുന്ന വാർഡ് സഭകളിലും നിങ്ങളുടെ വീട്ടിൽ നിന്നും ഒരാളെങ്കിലും പങ്കെടുക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. വീടുകളിൽ 50 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുണ്ടെങ്കിൽ അവർക്കായി നിരവധി ധനസഹായ പദ്ധതികളും സേവനങ്ങളും സർക്കാർ ഒരുക്കിയിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ വകുപ്പും സാമൂഹ്യനീതി വകുപ്പും സംയുക്തമായാണ് ഈ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നത്. ഇതിലാദ്യത്തേത് പ്രമേഹ രോഗികളായ വയോജനങ്ങൾക്കായി രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് പരിശോധിക്കാനുള്ള ഗ്ലൂക്കോമീറ്ററുകൾ സൗജന്യമായി നൽകുന്ന വയോമധുരം പദ്ധതിയാണ്. കേരളത്തിലെ വൃദ്ധജനങ്ങളിൽ ഭൂരിഭാഗവും പ്രമേഹ രോഗബാധിതരായതിനാലാണ് ഇത്തരമൊരു പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. 60 വയസ്സോ അതിനു മുകളിലോ പ്രായമുള്ള BPL വിഭാഗത്തിൽപ്പെട്ടവർക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുക. അപേക്ഷകർ പ്രമേഹ രോഗിയാണെന്ന് അംഗീകൃത ഡോക്ടർ സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റ് അപേക്ഷയോടൊപ്പം ഹാജരാക്കണം. അടുത്തത് പല്ലുകൾ കൊഴിഞ്ഞുപോയ നിർധനരായ വയോജനങ്ങൾക്കായി കൃത്രിമ ദന്തനിരകൾ സൗജന്യമായി വച്ചു നൽകുന്ന പദ്ധതിയായ മന്ദഹാസം പദ്ധതിയാണ്. BPL വിഭാഗത്തിൽപ്പെട്ട മുതിർന്ന പൗരന്മാർക്കാണ് ഈ ചികിത്സാ സഹായം ലഭിക്കുക. ഈ പദ്ധതിയിലൂടെ പരമാവധി 5000 രൂപ വരെയാണ് ചികിത്സാ സഹായമായി ലഭിക്കുന്നത്. തിരഞ്ഞെടുത്ത ഡെന്റൽ കോളേജുകൾ വഴിയോ ട്രീറ്റ്മെന്റ് സെന്ററുകൾ വഴിയോ ആണ് ഗുണനിലവാരമുള്ള കൃത്രിമ പല്ലുകൾ നൽകുന്നത്. സാമൂഹ്യനീതി വകുപ്പിന്റെ സുനീതി പോർട്ടൽ വഴിയാണ് ഇതിനായി അപേക്ഷിക്കേണ്ടത്. ബന്ധപ്പെട്ട രേഖകൾ സഹിതം അർഹതയുള്ളവർ അപേക്ഷിക്കുക. അടുത്തത് കാഴ്ചയ്ക്ക് മങ്ങലുള്ള മുതിർന്ന പൗരന്മാർക്കായി പഞ്ചായത്തുകൾ വഴി സൗജന്യമായി കണ്ണട നൽകുന്നുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങളുടെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വ്യക്തിഗത ആനുകൂല്യമായി ഇത് വിതരണം ചെയ്യുന്നത്. അതോടൊപ്പം നടക്കാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വയോജനങ്ങൾക്കായി സർക്കാർ സൗജന്യമായി ഊന്നുവടികൾ വിതരണം ചെയ്യുന്നുണ്ട്. ശാരീരിക അവശതകൾ അനുഭവിക്കുന്ന മുതിർന്ന പൗരന്മാർക്ക് ഇത് വലിയൊരു ആശ്വാസമാണ്. അടുത്തത് വയോജനങ്ങൾക്കായി പ്ലാവ് ഉപയോഗിച്ച് നിർമ്മിച്ച കട്ടിലുകൾ സൗജന്യമായി നൽകുന്ന പദ്ധതിയുണ്ട്. BPL വിഭാഗക്കാർക്ക് പുറമെ നിശ്ചിത മാനദണ്ഡങ്ങൾ പാലിക്കുന്ന APL വിഭാഗക്കാർക്കും ഈ ആനുകൂല്യം ലഭിക്കും. മഴക്കാലം പ്രമാണിച്ച് വയോജനങ്ങൾക്കായി കമ്പിളി പുതപ്പുകൾ സൗജന്യമായി നൽകുന്ന പദ്ധതിയും നിലവിലുണ്ട്. 60 വയസ്സിന് മുകളിലുള്ളവർക്ക് APL BPL വ്യത്യാസമില്ലാതെ ഈ ആനുകൂല്യം ലഭിക്കാറുണ്ട്. വയോജനങ്ങൾക്കുള്ള ഏറ്റവും വലിയ ആശ്വാസമാണ് വാർദ്ധക്യകാല പെൻഷൻ. ഈ പദ്ധതിയിലേക്കും അപേക്ഷ വെച്ച ആനുകൂല്യം വാങ്ങാവുന്നതാണ്. നിലവിൽ 2000 രൂപയാണ് പ്രതിമാസം പെൻഷനായി ലഭിക്കുന്നത്. APL BPL വ്യത്യാസമില്ലാതെ പദ്ധതിയിലേക്ക് 60 വയസ്സ് കഴിഞ്ഞവർക്ക് വാർദ്ധക്യ പെൻഷനായി അപേക്ഷിക്കാവുന്നതാണ്. വരുമാന പരിധി ഉൾപ്പെടെ നിശ്ചിത മാനദണ്ഡങ്ങൾ പദ്ധതിയിൽ ചേരുന്നതിനുണ്ട്. അതിനാൽ അർഹതയുള്ളവർ അപേക്ഷ വയ്ക്കുവാൻ ശ്രദ്ധിക്കുക. ഈ പദ്ധതികൾക്ക് അപേക്ഷിക്കാൻ റേഷൻ കാർഡിന്റെ പകർപ്പ്, വരുമാന സർട്ടിഫിക്കറ്റ്, പ്രായം തെളിയിക്കുന്ന രേഖകൾ എന്നിവ ആവശ്യമാണ്. അപേക്ഷകൾ അതാത് പഞ്ചായത്തുകളിലോ ജില്ലാ സാമൂഹ്യനീതി ഓഫീസിലോ ആണ് സമർപ്പിക്കേണ്ടത്. ഓരോ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും ലഭ്യമായ പദ്ധതികളിൽ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാകാം. അതിനാൽ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് കൃത്യമായ വിവരം അന്വേഷിച്ച ശേഷം അപേക്ഷ നൽകുന്നത് നന്നായിരിക്കും. ഒരു വീട്ടിൽ നിന്ന് ഒന്നിലധികം പേർക്ക് അർഹതയുണ്ടെങ്കിൽ അപേക്ഷിക്കാവുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.